ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിയിലെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സുകളെ പറ്റിയാണ്. പ്രധാനമായിട്ടും 3 ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് സി പ്രോഗ്രാമിങ്ങിൽ ഉള്ളത്. ഒന്ന് ഈഫ്, മറ്റൊന്ന് ഈഫ് എൽസ്, പിന്നീടുള്ളത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണ്. നമ്മൾ പ്രോഗ്രാം ചെയ്യുകയാണ്. ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് നമ്മൾ പ്രോഗ്രാമിലൂടെ പറഞ്ഞു നൽകുകയാണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നം ഈക്വൽസ് 10 എന്ന് ഞാൻ നൽകി. ഇനി ഈ നമ്മാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഈ നമ്മിൻ്റെ അകത്ത് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ഹലോ എന്ന് എനിക്ക് മെസ്സേജ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈഫ് എന്ന് പറയുന്ന കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം പാരൻതസിസ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇതിനുള്ളിൽ നം ഈക്വൽ ടു നൽകുന്നു, എന്നിട്ട് 10 എന്ന് നൽകുന്നു. പക്ഷേ നമുക്ക് ഇവിടെ അസൈൻമെൻ്റ് ആണ്. സിംഗിൾ ഈക്വൽ സൈൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് അസൈൻമെൻ്റ് ആണ്. അതിലേക്കൊരു വാല്യൂ ആണ് ഞാൻ നൽകുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്. 2 പ്രാവശ്യം നമ്മൾ ഈക്വൽ സൈൻ നൽകുകയാണെങ്കിലും അതിൻ്റെ മീനിങ് അത് കമ്പാരിസൺ ഓപ്പറേഷനാണ് അവിടെ നടക്കുക. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്യുന്നു. അതായത് നം ഈക്വൽസ് 10 ആണെങ്കിൽ, അതായത് നമ്മിൽ 10 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ എനിക്ക് ഹലോ എന്ന് പറഞ്ഞ് മെസ്സേജ് നൽകണം. ഓക്കെ, അതിനായിട്ട് ഞാൻ പ്രിൻ്റ് എഫ് നൽകുന്നു. അതിനുശേഷം %d. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 കൂടി ഒന്ന് പ്രിൻ്റ് ചെയ്യണം, ഹലോ. അതിനുശേഷം കോമ നൽകുന്നു, ദെൻ നം സെമികോളൻ. സേവ് ചെയ്യുന്നു. ഞാൻ എൻ്റെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നു, പിന്നെ എക്സിക്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ കാണാൻ സാധിക്കും 10 ഹലോ എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ %d അറ്റ് ദ ബിഗിനിങ്ങിലാണ് നൽകിയിരിക്കുന്നത്. മോഡിഫൈ ചെയ്യാം, ഹലോ. സേവ് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു, ദെൻ ഫൈനലി നമുക്കിവിടെ കാണാൻ സാധിക്കും ഹലോ എന്ന് ഹലോ എന്ന് പ്രിൻ്റ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ 10 എന്ന് പറയുന്ന വാല്യൂ വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ നമ്മിൽ 10 എന്ന് പറയുന്നൊരു വാല്യൂ നൽകിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 10നെ നമ്മൾ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യുകയാണ്. നം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നം ഈക്വൽസ് 10. അതായത് നം എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് 10 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇത് ട്രൂ ആണെങ്കിൽ, ഈ വാല്യൂ ഉണ്ടെങ്കിൽ അത് ട്രൂ കണ്ടീഷനിലേക്കായിരിക്കും പോവുക. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആയി മാറി. അത് ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ കൺട്രോള് നേരെ വരുന്നത് ഈ കർലി ബ്രേസസിനുള്ളിലേക്കായിരിക്കും വരിക. അപ്പോൾ അവിടെ വന്ന് നോക്കുമ്പോഴേക്കും എന്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്? അവിടെ ഒരു പ്രിൻ്റ് ഓഫ് മെസ്സേജ്, അതായത് നമ്മുടെ കൺസോളിലേക്ക് ഒരു ഔട്ട്പുട്ട് മെസ്സേജാണ് നൽകിയിരിക്കുന്നത്. അതങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, അതായത് നം എന്ന് പറയുന്ന വേരിയബിളിനുള്ളിൽ മറ്റേതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷം തന്നെ എക്സിറ്റ് അടിച്ച് കൺട്രോൾ ഇവിടേക്ക് വരും. അതായത് ഈഫിൽ നിന്ന് ഇത് എക്സിറ്റ് ആകും. ഓക്കെ, അതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിവിടെ വാല്യൂ മാറ്റി നൽകുകയാണ്, 11 നൽകുന്നു. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്യുന്നു, കമ്പൈൽ ചെയ്യുന്നു, ദെൻ ഫൈനലി എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്കിവിടെ ഔട്ട്പുട്ടുകളൊന്നും തന്നെ വരില്ല. കാരണം എന്താണ്? നമ്മുടെ കണ്ടീഷൻ ട്രൂ അല്ലേ ഈ ഒരു കേസിൽ. അതിൽ നമ്മിൽ 11 ആണ്, 10 അല്ല സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് കമ്പയർ ചെയ്യുമ്പോഴെന്താണ്, അത് ഫോൾസ് കണ്ടീഷനിലേക്കാണ് വരിക. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈഫിൽ നിന്നും എക്സിറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ അതുപോലുള്ള ഓപ്പറേഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ ചെക്ക് ചെയ്യാനായിട്ട് കഴിയും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ നമ്മൾ ഈക്വൽ അല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്രേറ്റർ ദാൻ സൈൻ നൽകുകയാണെങ്കിൽ ഈ കണ്ടീഷൻ ട്രൂ ആണോ ഫോൾസ് ആണോ? അതായത് ഈ ഒരു നമ്മിനെ ചെക്ക് ചെയ്യുന്നു, നം ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ ഇത് ട്രൂ കണ്ടീഷനാണ്. നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ റൺ ചെയ്യുകയാണെങ്കിൽ ഹലോ 11 എന്ന് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം എന്താണ്? അതായത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നമ്മിൽ എന്താണ് 11 ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ 11ഉമായിട്ട് കമ്പയർ ചെയ്യുന്നു. ആ 11ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രൂ ആണ്, കണ്ടീഷൻ ട്രൂ ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ കൺട്രോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. ഈ ഫെൽസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിലേക്ക് തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു കേസിൽ ഹലോ 10 എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. പഴയ എക്സാമ്പിളിലേക്ക് സ്വിച്ച് ചെയ്തതാണ്.
അപ്പോൾ ഇനി എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതായത് ഇവിടെ ട്രൂ ആകുന്ന ഒരു കേസ് മാത്രമാണ് നമ്മൾ പറഞ്ഞു നൽകി. ഇനി ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ഏത് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണം, അതിനാണ് നമ്മൾ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ എൽസ് നൽകുന്നു. എൽസ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു ബ്ലോക്ക് ഓപ്പൺ ചെയ്യുന്നു. കളി ബ്രേസസ് ഓപ്പണിംഗ് ബ്രേസ് നൽകി, അതുപോലെ തന്നെ ക്ലോസ് ബ്രേസ് നൽകി. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആകുന്ന കേസിൽ കൺട്രോൾ ഈ എൽസ് പാർട്ടിലേക്കായിരിക്കും വരിക. നമുക്കിവിടെ ഒരു മെസ്സേജ് നൽകാം. പ്രിൻ്റ് ഓഫ് ഹലോ %d I am from else num. ഓക്കെ, സേവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. ദെൻ നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, ഹലോ 10 എന്ന് പറയുന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്തു. ഇനി ഞാനിവിടെ ചേഞ്ച് ചെയ്യുകയാണ്, 12 ആക്കി. അതിനുശേഷം വീണ്ടും ഞാൻ കമ്പൈൽ ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ഹലോ 12 I am from else. എൽസിൻ്റെ പാർട്ടിൽ നിന്നാണ് ഇത് പ്രിൻറ്റ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെസ്സേജ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഇവിടെ അതായത് നമ്മിൻ്റെ അകത്ത് 10 അല്ല ഉള്ളത്, എന്താണ് 12 ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അല്ല ഇവിടെ വന്ന് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാം? ഈ ഒരു ബ്ലോക്കിലേക്ക് വരില്ല. ഇതിൻ്റെ കൺട്രോൾ ഇത് ഫോൾസ് ആയതുകൊണ്ട് എൽസ് ബ്ലോക്കിലേക്ക് വരും. എൽസ് ബ്ലോക്കിലുള്ള ഈ ഒരു മെസ്സേജ് നമ്മുടെ സ്ക്രീനിൽ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ്, അതായത് നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യുന്നു. ആ നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കണ്ടുപിടിക്കുക. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇരട്ട സംഖ്യയാണോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ലോജിക്ക് ഞാൻ പറയാം. ചെയ്യേണ്ടത് നമ്മുടെ നമ്പറിനെ എൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ നമ്പർ, എൻ്റർ ചെയ്യുന്ന നമ്പർ n ആണ്. അതിൻ്റെ റിമൈൻഡർ എടുത്തിട്ട് അത് 0 ആണോ എന്ന് കമ്പയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു നമ്പർ ഓഡ് ആണോ ഈവൻ ആണോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത് ഒരുമിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് ഇത് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഇതിവിടെ പ്രോഗ്രാം ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇൻറ്റ് നമ്പർ എന്ന് നൽകുന്നു. ഓക്കെ, അതിനുശേഷം ഈ നമ്പറിനെ ഞാൻ എൻ്റെ കീബോർഡിലൂടെ റീഡ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ നൽകുകയാണ് printf enter a number എന്ന് നൽകി. ഓക്കെ, സെമിക്കോളൻ. ദെൻ അതിനെ റീഡ് ചെയ്യുന്നു. സ്കാൻഎഫ് ഉപയോഗിച്ച് സ്കാൻഎഫ് %d ഇൻറ്റീജർ ആയതുകൊണ്ട് ആൻഡ് നമ്പർ. ഓക്കെ, ഞാൻ റീഡ് ചെയ്തു കഴിഞ്ഞു. ഇനി എന്താണ്, എനിക്ക് ഈ നമ്പറിനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇഫ് നമ്പർ റിമൈൻഡർ കണ്ടെത്തി 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം 0 ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ നമ്പർ ഈവൻ നമ്പർ ആയിരിക്കും. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഏത് നമ്പറാണോ അത് ഈവൻ നമ്പർ ആയിരിക്കും. ഓക്കെ, അത് നമ്മളവിടെ ഒരു മെസ്സേജ് ആയിട്ട് നൽകുകയാണ്. printf %d is even. അതിനുശേഷം നമ്പർ ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സെമിക്കോളൻ. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ എൽസ് പാർട്ട് നൽകുകയാണ്. എൽസ് പാർട്ടിൽ ഞാൻ പറയുകയാണ് printf %d is odd, റിട്ടേൺ 0. അതിനുശേഷം ഞാനത് കമ്പൈൽ ചെയ്യുന്നു. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി. ദെൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് എൻ്റർ എ നമ്പർ. ഞാൻ 2 എന്ന് നൽകുന്നു, എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 2 ഈസ് ഈവൻ എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. നമുക്ക് വീണ്ടും ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു 33 നൽകുന്നു. 33 ഈസ് ഓഡ് എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു, അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. ഇഫ്
സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട്. ഇവിടെ നമ്മളെ ആദ്യമേ ഇവിടെ വരുന്നു ഇതിൻ്റെ കൺട്രോൾ. ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇത് ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ കൺട്രോൾ നേരെ ഈ ഒരു ബ്ലോക്കിലേക്ക് വരുന്നു. അതല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഇതിൻ്റെ കൺട്രോൾ ഈ എൽസ് പാർട്ടിലേക്കായിരിക്കും വരിക. ഓക്കെ.